അങ്ങനെ ഞങ്ങൾ താജ്മഹലിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം 4 മണി. താജ്മഹൽ ഇത്ര കാലം രാവിലെയും ഉച്ച സമയത്തൊക്കെയാണ് താജ്മഹലിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയത്ത് താജ്മഹലിലേക്ക് എത്തുന്നത്. താജ്മഹലിൻ്റെ ഗേറ്റ് കണ്ട് നല്ല ക്രൗഡ്. ഞങ്ങൾ വന്ന ദിവസം ഞായറാഴ്ചയാണ്. ഭയങ്കര ക്രൗഡ്. താജ്മഹലിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ളതാ ഇവിടെ ഒരു അറബി എഴുത്തുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് സൂറത്തുൽ ഫജ്റാണ് എഴുതിയേക്കുന്നത്. ഇങ്ങനെ വന്ന് മുകളിലോട്ട് എത്തി താഴെ അപ്രോച്ച് എടുത്തുമ്പോഴേക്ക് ഫജ്ർ സൂറത്ത് അവസാനിക്കുന്നുണ്ട്. ഇനി ഉള്ളിൽ പോയിട്ട് താജ്മഹൽ കാണാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ. ഒരു അത്ഭുതം, ലോകാത്ഭുതങ്ങളിൽ 7ാമത്തത്. അപ്പോൾ ഞങ്ങൾ താജ്മഹലിനോട് വിട പറയാണ്. ഞായറാഴ്ച അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. സമയം വൈകുന്നേരം സൂര്യാസ്തമയത്തിൻ്റെ സമയം. പക്ഷെ അപ്പോഴേക്ക് ഫുള്ള് മേഘം മൂടി ഭയങ്കര കാറ്റ് വന്ന് കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആയി. അപ്പോൾ ഞങ്ങൾ കുറേ ഒന്നും ഫോട്ടോ പോയി എടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ മൊത്തത്തിലും ചുറ്റിക്കണ്ട് ഇരുന്ന് റെസ്റ്റ് എടുത്ത് സമാധാനത്തോടെ കണ്ട് ഫോൺ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. കാഴ്ചകൾ കണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ താജ്മഹൽ, ബൈ ബൈ. ഫൈനലി ഞങ്ങൾ താജ്മഹലിൽ ഇറങ്ങിയതിന് ശേഷം ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നിട്ട് അവിടുന്ന് 6:40 ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ ഞങ്ങളെ കയറി ജനറൽ ടിക്കറ്റ് എടുത്താണ് കയറിയത്. ടിക്കറ്റിനെ കണ്ടിട്ട് സ്ലീപ്പറിലേക്ക് ഇത് വെച്ചാണ് അപ്ഡേറ്റ് വെച്ചാണ്. പക്ഷേ ഞങ്ങൾക്ക് അപ്ഗ്രേഡ് കിട്ടിയത് AC-യിലോട്ടാണ്. 3 ക്ലാസ് AC-യിലോട്ട്, 3rd AC-യിലേക്ക് പിന്നെ എടുത്ത്. കാരണം ജനറൽ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ AC-യിൽ കയറി. ഒരാൾക്ക് ടോട്ടൽ 2200 പറഞ്ഞത്, ഒരാൾക്ക് എക്സ്ട്രാ അല്ല, ടോട്ടൽ 2200 ആയത്. അപ്പോൾ ഞങ്ങൾ കയറിയ സമയത്ത് ബെഡ്ഷീറ്റൊക്കെ മുമ്പത്തെ ഉപയോഗിച്ച അതേ സെയിം ബെഡ്ഷീറ്റാണ്. നമുക്ക് 3 3 സീറ്റിലത് ഉള്ളത്. കുറച്ച് സമയം കയറിയിട്ട് ഇപ്പോൾ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്ത് 3ാമത്തെ നമ്പറിലേക്ക് വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്ത് 5 മിനിറ്റിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ പെട്ടെന്ന് തീരുമാനവും. സമയം 8:50 8:50 വിളിച്ചതാണ്. ഒരു 5 മിനിറ്റിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ. 5 മിനിറ്റിലെ സാധനത്തിൽ റാസി മോനെ എന്താ ബെഡ്ഷീറ്റ് തന്നിട്ട് ആള് പോയി. സാധനം കിട്ടി, സെറ്റല്ലേ? എന്നാള് പോകുന്നത് നോക്കിയാൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, അതിനേക്കാളും സംഭവം കിട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു. ഇതാ ഇതിൽ നമ്പർ ഉണ്ടാവും. റെയിൽ മധ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. ഇതിലുള്ള നമ്പർ എല്ലാ പ്രോഗ്രാമിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നുണ്ട്, മറുപടിയും കിട്ടി, സാധനം എത്തി. അപ്പോൾ ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. സാധനം കിട്ടിയില്ലടാ. ഓക്കെ, ഇരിക്കുന്ന സാധനം നോക്കി എന്താണ് അടിപൊളിയല്ലേ? നമ്മുടെയൊക്കെ ഷോപ്പിൽ വിറ്റാൽ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന സാധനം റെയിൽവേയിൽ പബ്ലിക്കായിട്ട് വിൽക്കുന്നത്. ഇവിടെയൊക്കെ നിരോധിച്ചിട്ടില്ല, ഇവിടെ ഓക്കെയാണ്. രാത്രി 1 മണി 1:15 ഞങ്ങൾ അജ്മീർ എത്തി. അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഇവിടുത്തെ വെയിറ്റിംഗ് ഹാളിൽ കിടന്നുറങ്ങി. വെയിറ്റിംഗ് ഹാളിൽ 10 രൂപ ഇരിക്കാനും 40 രൂപ കിടക്കാനും. അപ്പോൾ ഞങ്ങൾക്കൊരു 3 മണിക്കൂറിലുണ്ട് ഞങ്ങൾ 40 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതെടുത്ത്. പെർ ഹവർ 40 കേട്ടോ. നല്ല സുഖത്തിൽ കിടന്നുറങ്ങി. പക്ഷെ എണീക്കാൻ കുറച്ച് വൈകി. 6 മണിയായി ഇപ്പോൾ സംഭവം. 6 മണി അഥവാ ഞങ്ങൾക്ക് 1 മണിക്കൂർ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടി വന്നു. എന്നാലും മോശമല്ല, അടിപൊളി. നല്ല ഉറക്കമുറങ്ങി. നല്ല പോലെ ഉറങ്ങിയില്ലടാ? സുഖത്തിൽ ഉറങ്ങിയില്ലേ? കിടക്കാൻ വെച്ചാൽ നല്ല സോഫയാണ് കേട്ടോ. സോഫയിൽ കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങണം അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്.
അങ്ങ് ദൂരെ കാണുന്നതാണ് അജ്മീർ ദർഗയുടെ മെയിൻ ഗേറ്റ്. ഇത് സംഭവം വെച്ചെങ്കില്ല കുറെ കുരു വേണ്ട, ഈത്തപ്പഴത്തിൻ്റെ കുരുവാണിത്. ആ കുരു സെൻറ്ററിൽ വെക്കും. അപ്പോൾ ഇത്ര കണക്കുണ്ടാവും, 1 ലക്ഷം 10 ലക്ഷം എന്തെങ്കിലും കണക്കുണ്ടാവും. അത് വെച്ചിട്ട് എന്താക്കുന്നത്, ഓരോരുത്തരായി എടുത്തിട്ട് ആ ഒരു കൂട്ടം കൂടി വെച്ചിട്ട് ഓരോരുത്തർ മുന്നിലേക്ക് കത്ത ചെല്ലുന്നത് ലായലുള്ള അവർ ചെല്ലുന്നുള്ള. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇനി ഒന്നൊരു അതിലെത്ര ലക്ഷം, 1 ലക്ഷം കുരുവാണെങ്കിൽ അങ്ങനെ, എടുത്താണെങ്കിൽ അങ്ങനെ അത്ര കണക്ക് കിട്ടും. നേരത്തെ സ്വിമാൾ ചെല്ലിയിട്ട് ഇപ്പോൾ എത്ര ആൾ ചെല്ലി കണക്ക് കൂട്ടേണ്ടത്, കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ അത് ആ സെൻറ്ററിൽ തീരുമ്പോഴേക്ക് അത്ര കണക്ക് തീരും. പിന്നെ വീണ്ടും എല്ലാവരും കൂടി സെൻറ്ററിൽ കൂട്ടിയിട്ട് പിന്നെ ചെല്ലാൻ തുടങ്ങും. അങ്ങനെ കണക്ക്. ഇത് നമ്മൾ മറ്റേ ഇവിടെ നിസാമുദ്ദീൻ ദർഗയിൽ പോയില്ലേ, അപ്പോൾ അവിടെ പള്ളീൻ്റെ മൂലക്കാൾ അതേ സെയിം സംഭവമാണ് ഇത്. അൽഹംദുലില്ലാ അങ്ങനെ അജ്മീറിലെത്തി. നല്ല വെയിലൊന്നും ഇപ്പോൾ ഇവിടുത്തെ ഈ കർട്ടൻ ഇട്ടിട്ട് അവിടെ ഒരാൾ വലിക്കുന്നുണ്ട് തപ്പ. ഇവിടെ മൊത്തം തണലാക്കാണ്. നല്ല ഓപ്ഷനാണ്. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഇവിടെ സമാധാനമായിട്ട് വെയിൽ കൊള്ളാതിരിക്കാലോ. രാജസ്ഥാൻ അജ്മീറിലുള്ളത്. ഇവിടുന്ന് അജ്മീർ ദർഗയിൽ അനാസാഗറിൽ പോയിക്കൊണ്ടിരിക്കുക. അനാസാഗർ തടാകം കാണാൻ കുതിരവണ്ടി അജ്മീറിൽ നിന്ന് അനാസാഗറിലേക്ക് വന്ന് അനാസാഗർ തടാകത്തിൻ്റെ അടുത്തുള്ളത്. കുതിരവണ്ടിയിലാണ് വന്നത്. ഒരാൾക്ക് 25 രൂപ. ഇവിടെ നടന്ന് കാണാം. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് കേട്ടോ. സമാധാനമാണ്. എന്ത് ചൂടെന്നറിയോ, അൺസൈക്കബിൾ ചൂടാണ് ഇവിടെയൊക്കെ. നിങ്ങൾ നടക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് തടാകത്തിൻ്റെ ഭാഗങ്ങളൊക്കെ. ഇവിടെ മാർബിൾ ഉണ്ടാക്കിയതല്ലേ, ഇതെല്ലാം മാർബിൾ തന്നെയാണ് ഇരിക്കുന്നതല്ലോ ഫുള്ള്. അത് പണ്ടുണ്ടാക്കിയതായിരിക്കും. ആയിരിക്കും. എന്ത് കഥ എന്തെങ്കിലും ആട്ടെ. പൊരിവയിലേക്ക് കയറാണ്. ആദ്യം തടാകം കാണാം, എന്നിട്ട് ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് ഇരിക്കാം. തടാകം മലിൻ്റെ മുകളിൽ കണ്ട കുറച്ച് ഭാഗത്ത് മാത്രം തണല്. സംഭവം മുകളിലൊക്കെ നോക്കിയാ മേഘമില്ലേ, ചില മേഘങ്ങള് അതിൻ്റെ തണലാണ് കിട്ടുന്നില്ല. അപ്പുറത്തെ മലയിൽ കുറച്ച് മുകളിലുണ്ട് കുറച്ച് മേഘം, അതിൻ്റെ തണല്. പിന്നെ എങ്ങനെ വടക്കൂസി നമുക്ക് തണല് കിട്ടല്? മരമാത്ത തണല് തരുന്നത്. അപ്പൊ മൊത്തം ചില സമയത്ത് മൊത്തം ഇരുട്ടാന്നില്ലേ, അതെങ്ങനെ? മഴക്കാലത്തല്ലോ ആ മൂടം വരുന്ന പിന്നെന്ത് സൂര്യനെ പതപ്പെടുന്ന മേൽക്ക് ഒരു അന്തുക്കന്നെ പഠിച്ചാല്. എന്നാലും പൊരി വെയിലത്തുനിന്ന് തല കറങ്ങി അങ്ങനത്തെ ബോളത്തിനെ പറയുന്ന സംഭവിക്കണം. പിന്നെ സമയം 1 മണി കഴിഞ്ഞ് ഇവിടെ വന്ന് നല്ല പെരും ചൂടത്ത് ഇവിടെ വന്ന് ഇതിൻ്റെ തണലിൽ
ഇവിടെ ഇങ്ങനെ ചെറിയ മാർബിൾ ഇട്ട ചെറിയ വീടുകൾ പോലെയുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കായിരുന്നു, ഇവരെ കടന്ന് കണ്ട അതുപോലെ കിടക്കായിരുന്നു. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു റൂം? ഒന്നുമില്ല. അതായത് ഇവിടേക്ക് പണ്ടാറങ്ങൾ നോക്കിയാൽ തുപ്പിച്ച് നോക്കിയാൽ ഒരു കഷ്ട ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 മൂല കിട്ടിയാൽ അവിടെ തുപ്പി വെക്കും. നാണം മാനം ഉൾപ്പില്ല സാധനങ്ങൾ. അപ്പോൾ ഏതായാലും ഈ പെരും ചൂടത്തില്ല, ഈ മാർബിളില്ല, ഭയങ്കര തണുപ്പ്. ഇത് കിടക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല അനാസാഗറോട് പറഞ്ഞിട്ട് നേരെ ബാക്ക് ടു അജ്മീർ. ഞങ്ങൾക്കൊന്ന് പോകാനുള്ള വണ്ടിയൊന്നും റെഡി ആയിട്ടില്ല. ട്രെയിനിലൊക്കെ ആണെങ്കിൽ സ്ലീപ്പറും AC-യും എല്ലാം ഫുള്ളാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലുള്ളത്. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്കോട്ട് ബസ് നോക്കട്ടെ. ട്രാവൽസിൽ അന്വേഷിച്ചപ്പോൾ ബസ് ഉണ്ട്, ഒടുക്കത്തെ റേറ്റ് പറഞ്ഞ്. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാവും. അപ്പോൾ ബൈ ബൈ അനാസാഗർ.